ഹലോ ഹലോ ഇതെന്താണെന്നറിയാം ഇതാണ് ജെല്ലി ബനാന കേട്ടോ. അപ്പോൾ ഇത് പഴം വെച്ചുണ്ടാക്കുന്ന ഒരു കിടിലായിട്ടാണ് കേട്ടോ. 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ഒരു പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിക്കുക കേട്ടോ. അതിന് ശേഷം ഉണക്കമുന്തിരി ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഹെൽത്തി ഫുഡുമാണ് ഈ സംഭവം. പാലും പഴമൊക്കെയാണ് ഇതിൽ ആഡ് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ കോരിയെടുക്കാം. അതിന് ശേഷം ആ പാനിൽ തന്നെ പഴം ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ആഡാക്കിയിട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാനൊരു ബാറ്ററും കൂടി ഉണ്ടാക്കട്ടെ. 2 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ പാൽപ്പൊടിയും കൂട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് ലൂസായിരിക്കണേ. ഇതുപോലെ കുറച്ച് ലൂസിൽ കലക്കിയിട്ട് വെക്കാം. അപ്പോഴേക്കും പഴമൊക്കെ വാട്ടിയെടുത്തത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കട്ടെ. ശേഷം ആ പാനിൽ 2 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. ഞാനൊരു അളവൊന്നും ശരിക്കും പറയുന്നില്ല. പഴം നമുക്ക് കൂടുന്തോറും പാലും മധുരമൊക്കെ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും പഞ്ചസാര ആഡ് ചെയ്യാണ് കേട്ടോ. എനിക്ക് അത്ര മധുരം ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, അപ്പോൾ അങ്ങനെ ചേർക്കാം. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഉണ്ടാക്കിയില്ലേ, ആ ബാറ്ററും കൂടി ഇതിൽ ആഡാക്കിയിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ടിയായി വരും കേട്ടോ. സംഭവം നല്ല കുറുകി വരുവേ. അപ്പോൾ അതിലോട്ട് നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വാനില എസൻസ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ വാനില എസൻസും ആഡാക്കാം. ഇപ്പോൾ നന്നായി കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് 2 സ്പൂൺ റവയും കൂടി ആഡാക്കാം. ഒന്നും കൂടി കട്ടിയാകും. അപ്പോൾ ഇപ്പോൾ നന്നായി കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആദ്യം പഴം വാട്ടിയെടുത്ത പഴമല്ലേ, അതും കൂടി ഇതിലോട്ട് ആഡാക്കി കൊടുക്കാം. സംഭവം കഴിഞ്ഞു കേട്ടോ. എത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. എന്നിട്ട് നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമൊക്കെയാണ് ഇത്. ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ മേലോട്ട് ഞാൻ ഈ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷമാണിത്. നല്ല ജെല്ലി രൂപത്തിലാണ് ഈ സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഒരു ജെല്ലി രൂപത്തിലാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും കാണാം. ഓക്കെ, ബൈ.